ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോഡിയയ്ക്ക് ജാമ്യം ലഭിച്ചതിന്റെ ആഹ്ലാദ സൂചകമായി ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. കോതമംഗലം മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രകടനം നിയോജക മണ്ഡലം സെക്രട്ടറി വിജയ് പുളിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡൽഹി വിദ്യാഭ്യാസ മേഖലയിൽ ഹാപ്പിനെസ് കരിക്കുലം ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും നീറ്റ് പരീക്ഷയിൽ ഡൽഹി സർക്കാർ സ്കൂളുകളിൽ 80% കുട്ടികൾ യോഗ്യത നേടാൻ പാഠ്യപദ്ധതി കാലോചിതമായി പരിഷ്കരിക്കുകയും ചെയ്ത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മനീഷ് സിസോദിയ. ഡൽഹി മദ്യനയത്തിന്റെ പേരിൽ കഴിഞ്ഞ 17 മാസക്കാലം അദ്ദേഹം ജയിലിലായിരുന്നു. ഈ കേസിൽ ഇഡിക്ക് ഒരു തെളിവ് പോലും ഹാജരാക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇതിന്റെ ആഹ്ലാദ സൂചകമായി ആം ആദ്മി പ്രവർത്തകർ കോതമംഗലത്ത് പ്രകടനവും സമ്മേളനവും നടത്തിയത്. കോതമംഗലം ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രകടനം നിയോജക മണ്ഡലം സെക്രട്ടറി വിജയ് പുളിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൗൺ ചുറ്റി നടത്തിയ പ്രകടനം ചെറിയ പള്ളിത്താഴത്ത് സമാപിച്ചു. തുടർന്ന് ചേർന്ന സമ്മേളനം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ പൌലോസ് ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ കഴിഞ്ഞ 17 മാസമായി അറസ്റ്റ് ചെയ്ത് അകാരണമായി ജയിലിലടച്ചതിൽ നിന്നും സുപ്രീം കോടതി അദ്ദേഹത്തെ മോചിപ്പിച്ചു എന്നതാണ് ഞങ്ങളെ സന്തോഷിപ്പിച്ച ഏറ്റവും നല്ല കാര്യം. മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആം ആദ്മി പാർട്ടി നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കുന്നതിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. പാർട്ടി ദേശീയ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിന് ഉടൻ നീതി നടപ്പിലാക്കി കിട്ടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം സെക്രട്ടറി വിജയ് പുളിക്കൽ, സാബു കുരിശിങ്കൽ, KS ഗോപിനാഥൻ, ലാലു മാത്യു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണ്ണമയി ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world.